തിരുവോണപ്പുലരിയിൽ തിരുവാറന്മുളയപ്പന് ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണിയെത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്ന് പുറപ്പെട്ട തോണി ആറന്മുള ക്ഷേത്രക്കടവിൽ സ്വീകരിച്ചു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, എന്തായാലും അങ്ങനെ ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഇന്നലെ രാത്രി ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ പെയ്തു തുടങ്ങിയ കനത്ത മഴയെ പോലും അവഗണിച്ചാണ് പുലർച്ചെ 4 മണി മുതൽ തന്നെ ക്ഷേത്രക്കടവിൽ വൻ ഭക്തജനത്തിരക്കായിരുന്നു. തിരുവോണത്തോണിയെ കാണാനും തോണിക്ക് ദക്ഷിണ നൽകാനും ഒക്കെ വൻ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കാട്ടൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആചാരപരമായി 18 നായർ തറവാട്ടിലെ കുടുംബാംഗങ്ങൾ ശേഖരിച്ച അരിയും മറ്റു വിഭവങ്ങളും അതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് ഉള്ള ആറന്മുള പാർത്ഥസാരഥിയിൽ കത്തിക്കുന്ന കടാവിളക്കുമായി ഇപ്പോഴത്തെ ഭട്ടതിരിയായ അനൂപ് നാരായണ ഭട്ടതിരിയും 4 പള്ളിയോടങ്ങളും കൂടിയാണ് അയിരൂര്, കീക്കൊഴൂർ, പേരുച്ചാൽ തുടങ്ങിയ 4 പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തിരുവോണത്തോണി കാട്ടൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആചാരപരമായി പുറപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5:45 ക്ഷേത്രത്തിൽ എത്തിയപ്പോഴത്തേക്കിനും വഞ്ചിപ്പാട്ടിന്റെയും പായ്ക്കുരവയുടെയും ഒക്കെ സ്വീകരണത്തോടു കൂടിയാണ് തോണിയെ ക്ഷേത്രക്കടവിൽ എത്തിച്ചത്. തോണി എത്തുന്ന സമയത്ത് പോലും കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചാണ് ഭക്തജനങ്ങൾ പുകയിലെയും മറ്റു ആചാരപരമായി തോണിയിൽ വന്ന നാരായണ ഭട്ടതിരി ഉൾപ്പെടെയുള്ളവർക്ക് ദക്ഷിണ നൽകി. ക്ഷേത്ര ഉപദേശക സമിതി, പള്ളിയോട സേവാസംഘം, ദേവസ്വം ബോർഡ്, മറ്റു ഭാരവാഹികളൊക്കെ ആചാരപൂർവ്വം ഈ തോണിയെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. ആ തോണിയിൽ നിന്നും കൊണ്ടുവന്ന അരി ഉൾപ്പെടെയുള്ള ചോദ്യ അളവിൽ ഭക്തർ സമർപ്പിച്ച അരി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഒരു വർഷത്തേക്ക് ആറന്മുള പാർത്ഥസാരഥിയിൽ നിവേദിക്കുന്ന ഈ വിഭവങ്ങളാണ്. ഈ വിഭവങ്ങളെല്ലാം ഉപദേശ സമിതിയുടെയും ക്ഷേത്ര പള്ളി ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ച ശേഷം ഇപ്പോഴത്തെ ഭട്ടതിരിയായ അനൂപ് നാരായണ ഭട്ടതിരി ക്ഷേത്രത്തിൽ ഉത്രാട ദിവസം അത്താഴ പൂജയോടുകൂടി കെടുത്തിയ ആ കടാവിളക്കിലേക്ക് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ദീപം ആചാരപരമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. അനൂപ് നാരായണ ഭട്ടതിരി ഈ കടാവിലേക്ക് അഗ്നി പകർന്നതോടുകൂടിയാണ് ഒരു വർഷത്തെ തിരുവാറന്മുളയപ്പനെ നിവേദിക്കാനുള്ള ആചാരപരമായിട്ടുള്ള നിവേദിക്കാനുള്ള തിരുവോണത്തോണി എത്തുന്നുള്ള ചടങ്ങുകൾ പൂർത്തിയായത്. ഇന്ന് ഈ കാട്ടൂരിലെത്തുന്ന ഈ അനൂപ് നാരായണ ഭട്ടതിരി കൊണ്ടുവന്ന വിഭവങ്ങൾ ഒരുക്കിയാണ് തിരുവാറന്മുളയപ്പനെ വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ നടത്തുന്നത്. അതിനുശേഷം ഒരു വർഷത്തേക്ക് ഈ ബാക്കിയുള്ള ക്ഷേത്രത്തിലെ നിവേദ്യത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി ഈ തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. ഇന്ന് അത്താഴ പൂജയോടുകൂടി സമാപിച്ചതിന് ശേഷം മാത്രമേ ഇപ്പോഴത്തെ കാരണവരായിട്ടുള്ള അനൂപ് നാരായണ ഭട്ടതിരി ഇനി കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ മങ്ങാട്ട് ഇല്ലത്തേക്ക് യാത്ര ചെയ്യത്തുള്ളൂ. അദ്ദേഹം ഇന്ന് പകൽ മുഴുവൻ തന്നെ ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം അത്താഴ പൂജയ്ക്ക് കണ്ട് ഭഗവാന് കൊണ്ടുവന്ന മിച്ചം രൂപ ദക്ഷിണയായി നൽകി മങ്ങാട്ട് ഇല്ലത്തേക്ക് മടങ്ങുന്നത് കൂടിയാണ് തിരുവോണത്തോണിയുടെ ചടങ്ങുകളെല്ലാം സമാപിക്കുന്നത്. ദീപ്തി, പ്രസാദ്, നമുക്കറിയാം ഈ ഒരു ആറന്മുള വള്ളസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള മലയാളികൾ അല്ലെങ്കിൽ തന്നെ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ അടക്കം എത്തുന്നതാണ് ഈ ഒരു ആറന്മുള വള്ളസദ്യ കഴിക്കാൻ എന്ന് പറയുന്നത്. ഇനിയുള്ള മറ്റ് ചടങ്ങുകൾ എങ്ങനെയായിരിക്കും? നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, നിരവധി ആളുകളാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു തിരുവോണത്തോണി എത്തുന്നതും പ്രമാണിച്ച് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഇനി മറ്റ് ചടങ്ങുകൾ എന്തൊക്കെയായിരിക്കും? പതിവ് പൂജകൾക്ക് ശേഷം ഇന്ന് തിരുവോണ ദിവസമായതുകൊണ്ട് വിശേഷാൽ പൂജകൾ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഈ വിശേഷാൽ പൂജ തൊഴാനും നാരായണ ഭട്ടതിരിയിൽ നിന്നും അനുഗ്രഹങ്ങളും കൈനീട്ടങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വൻ
തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്നും അടുത്തുള്ള 2-3 ദിവസങ്ങൾ ഒഴിച്ച് ഇന്ന് പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള വള്ളസദ്യ നടക്കത്തില്ല. അടുത്ത ദിവസങ്ങൾക്കും അതിന് ചില ക്രമീകരണങ്ങളുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇനിയും സെപ്റ്റംബർ 16 വരെ ഉള്ള ദിവസങ്ങളിൽ വഴിപാട് വള്ളസദ്യ നടത്തും. ഇന്ന് ക്ഷേത്രത്തിലെ ഈ തിരുവോണ ദിവസത്തെ സദ്യയും മറ്റും ഈ ഒരുക്കുന്ന ഈ ഭക്ഷണങ്ങളെല്ലാം ഈ അന്നദാനത്തിലൊക്കെ പങ്കെടുക്കാൻ രാവിലെ മുതൽ തന്നെ വൻ ഭക്തനെ തിരക്കാണ് പാറശാലി ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദീപ്തി. പ്രസാദ്, അതുപോലെ തന്നെ നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പെയ്ത കനത്ത മഴയിൽ വലിയൊരു രീതിയിൽ പ്രളയമടക്കം ബാധിച്ച ഒരു മേഖലയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മഴയെ അടക്കം ബാധിച്ച ഒരു മേഖലകളിലടക്കം ഇപ്പോൾ ഓണാഘോഷങ്ങൾ എങ്ങനെയാണ്? തകൃതിയായിട്ട് തന്നെ നടക്കുകയാണോ? ഈ ഒരു മഴയിൽ പ്രളയത്തിൽ മുങ്ങിയ ജീവിതങ്ങൾ എല്ലാം ഇപ്പോൾ ഈ ഒരു തിരുവോണത്തെ എങ്ങനെയാണ് വരവേൽക്കുന്നത്? ഈ കാലാവസ്ഥാ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉത്രാട ദിവസം തന്നെ രാവിലെ അല്പം മാനം തെളിഞ്ഞെങ്കിലും വൈകുന്നേരത്തോടു കൂടി കനത്ത മഴയാണ്. ആ കനത്ത മഴ ഇപ്പോൾ അല്പം ശമനമായെങ്കിലും വ്യാപാരത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് വ്യാപാരികളൊക്കെ പറയുന്നുണ്ട്. ഈ മഴ ആയതിനാൽ ആഘോഷങ്ങളും ആ തിരക്കുകളൊക്കെ നേരത്തെ മുൻകൂട്ടി തന്നെ എല്ലാം വാങ്ങാനും ഒക്കെ ഉള്ള രാവിലെ തന്നെ ഈ പച്ചക്കറികളും മറ്റും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങാൻ തന്നെ രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു. ഉച്ച കഴിഞ്ഞതോടുകൂടി ആ തിരക്കിന് അല്പം ശമനമുണ്ടായി. ഇന്ന് തിരുവോണ ദിവസവും രാവിലെ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ജില്ലയിലുള്ള ഉടനീളമുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദീപ്തി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ആറന്മുളയിലാണ് ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്ന ഒരു ഐതിഹ്യമുള്ളത്. തിരുവോണ ദിവസം ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഹാരം കഴിക്കുമ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള 3 ഇല്ലങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു ഇല്ലത്തെ കാരണവർ ഇന്ന് ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്ന ഒരു പ്രത്യേകതയും ഇന്ന് ഉണ്ട്. ദീപ്തി. ശരി, എന്തായാലും തിരുവോണ പുലരിയിൽ തിരുവാറന്മുളയപ്പൻ്റെ ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നും പുറപ്പെട്ട തോണി ആറന്മുള ക്ഷേത്രക്കടവിൽ സ്വീകരിച്ചു. കേരളീയർക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അതുല്യമായ ഉദാഹരണമാണ് ഓണമെന്ന് ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ഓണത്തിന്റെ ശുഭകരമായ വേളയിൽ എല്ലാ പൗരന്മാർക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിലും വിദേശത്തും താമസിക്കുന്ന കേരളീയരായ സഹോദരീ സഹോദരന്മാർക്ക് എൻ്റെ ഊഷ്മളമായ ആശംസകൾ നേരുന്നു. നമ്മുടെ കർഷകരോടുള്ള നന്ദി